ഈശ്വരൻ എന്താ ചെയ്യണേ, ഈശ്വരൻ എന്താ ചെയ്യാത്തത്, ഇത് മനസ്സിലാക്കാനാണ് നമുക്ക് ജ്ഞാനം ആവശ്യം. ജ്ഞാനം മനസ്സിലാക്കി ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം നമ്മുടെ മനസ്സ് അസ്വസ്ഥാകില്ല. കാരണം നമുക്കറിയാം ധ്യാനത്തിൽ എന്താ കിട്ടുക, മനസ്സിന് കരുത്ത് കിട്ടും. അപ്രതീക്ഷിത മരണം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ധനനഷ്ടം, ഒരു മാനഹാനി, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും ആ സാഹചര്യം ഫേസ് ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടോ, മനഃശക്തി ഉണ്ടോ? ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ പെരുമാറണം, നിരാശനാകാതെ, അസന്തുഷ്ടനാകാതെ, ധൈര്യം കൈവിടാതെ നമ്മളതെങ്ങനെ ഫേസ് ചെയ്യും? നമ്മുടെ കൂടെയുള്ളവർക്ക് ധ്യാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത അതാ. പ്രാർത്ഥന ധ്യാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. പറയാറുണ്ട് ഈശ്വരാന്വേഷണം പ്രാർത്ഥനയിൽ തുടങ്ങാം, പക്ഷെ പ്രാർത്ഥനയിൽ തന്നെ അവസാനിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥനയിൽ നിന്ന് അടുത്ത ചൂട് നമുക്ക് മുന്നോട്ട് പോകണം ധ്യാനത്തിലേക്ക്. ധ്യാനം ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റൂ. ആത്മാവാണെന്ന ജ്ഞാനം വേണം. ഞാൻ ഈ ദേഹമല്ല, ദേഹിയാണ്. ആത്മാവായ ഞാൻ ശാന്തി നിറഞ്ഞ ഒരു വെളിച്ചമാണ്. ഈ ദേഹം എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്. അപ്പോൾ ഈ ദേഹമാണെന്ന ചിന്തനത്തിൽ നിന്ന് നമ്മൾ മെഡിറ്റേഷനിൽ ആദ്യം ആത്മാവാണെന്ന ചിന്തനത്തിലേക്കാണ് വരുന്നത്. ആത്മചിന്തനം വരുമ്പോൾ എന്തായി? നമുക്ക് ആത്മബോധം ഉണ്ടാവും. ആത്മബോധത്തിലിരിക്കുമ്പോൾ ഞാൻ ശാന്തി നിറഞ്ഞ ഒരു വെളിച്ചമാണ്, ഊർജമാണ്. ശാന്തിയുടെ ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങും. ശാന്തിയുടെ മാധുര്യം, ശാന്തിയുടെ ശക്തി നമുക്ക് അനുഭവപ്പെടും. പരമാത്മാവാകുന്ന ശാന്തിയുടെ കടലിലേക്ക് നമ്മൾ ആ ശാന്തിക്കടൽ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ജ്ഞാനമാണ് ധ്യാനത്തിൻ്റെ ആധാരം. ജ്ഞാനം വേണം, അതിനുശേഷം നമുക്ക് ഏകാഗ്രതയും വേണം. ആത്മബോധത്തിലിരുന്ന് മനസ്സും ബുദ്ധിയും പരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. കാരണം രാജയോഗ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈശ്വരൻ പറയുന്നത് നമുക്ക് കേൾക്കണം. ഭഗവാന്റെ ഭാഷ സൈലൻസാണ്. ആ ശാന്തിയുടെ സാഗരത്തിൽ മുഴുകുമ്പോഴാണ് ഈശ്വരീയ സുഖം, ഈശ്വരീയ ശക്തി, ഈശ്വരീയ ആനന്ദം നമുക്കുണ്ടാകണേ. ആ പരമമായ ആനന്ദത്തിൽ നമ്മൾ മുഴുകുമ്പോൾ, ഈശ്വരീയ ശക്തികൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താണോ വേണ്ടത് ആ അതീന്ദ്രിയമായ സുഖം നമുക്ക് കിട്ടാണ്. ശാന്തി അനുഭവപ്പെടും.